പരമ്പരാഗത വ്യവസായ വകുപ്പും മത്സ്യബന്ധന വകുപ്പും ആണ് മേഴ്സിക്കുട്ടിയമ്മ കൈകാര്യം ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റിന് വളരെ പ്രതിബദ്ധതയോടെ, നിശ്ചയദാർഢ്യത്തോടെ, സ്വപ്നങ്ങളോടെ ഇടപെടാൻ കഴിയുന്ന വകുപ്പുകളാണ്. പാവങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അവിടെ മേഴ്സിക്കുട്ടിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റുകാരി, സഖാവ് മേഴ്സിക്കുട്ടിയമ്മ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ പറയും. അതെ, ഇവിടെ അവതരിപ്പിച്ചതുപോലെ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അവസരം ലഭിക്കുന്ന വകുപ്പുകളാണ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഫിഷറീസ് വകുപ്പ്, അതുപോലെ തന്നെ കാഷ്യൂ. അതിൽ ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, കാരണം 3 പേരും ഫിഷറീസ് രംഗത്തുള്ളവരാണ്. ഒരാളാണ് കാഷ്യൂ രംഗത്ത്. രണ്ടാമത് കാഷ്യൂലേക്ക് വരാം. ഇന്ത്യയുടെ തീരദേശം 7516 കിലോമീറ്ററാണ് ഇന്ത്യക്ക് തീരമുള്ളത്. ആ തീരത്തിൽ ആകെയുള്ള 128 കോടി ജനതയിൽ ഏകദേശം 50 കോടിയോളം വരുന്ന ജനതയാണ് തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഫിഷർമെൻ മാത്രമല്ല തീരദേശത്ത് ജീവിക്കുന്നത്. കേരളത്തിന് നമുക്ക് 590 കിലോമീറ്ററാണ് തീരദേശം ദൈർഘ്യമുള്ളത്. ഓൾ ഇന്ത്യ പാറ്റേൺ എടുത്ത് നോക്കിയാൽ ആകെ ജനസംഖ്യയുടെ 14% തീരദേശത്ത് അധിവസിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ 590 കിലോമീറ്ററിൽ 25% വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന തീരദേശത്താണ്, മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ. ആ 25% ഒരു വലിയ പങ്ക് മത്സ്യത്തൊഴിലാളിയുണ്ട്. അപ്പോൾ ഈ 25% വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന തീരദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ മേഖലയും നേരിട്ട് ബാധിക്കുന്ന ഒരു തീരമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തീരസംരക്ഷണം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയുടെയും കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെടുന്ന തരത്തിലേക്കാണ് തീരസംരക്ഷണം എന്നത്, തൊഴിലാളികളുടെ ജീവിതം എന്നത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ ഒരു സമഗ്രതയിലാണ് ഫിഷറീസ് വകുപ്പിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം പൊതുധാരയിലേക്ക് ഉയർത്തുന്നതോടൊപ്പം തന്നെ തീരത്തിൻ്റെ ആകെ സംരക്ഷണം കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഗൗരവതരമായി കാണുവാനും സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തിൻ്റെ തീരദേശ സംരക്ഷണവും തൊഴിലാളികളുടെ പരിപാലനവും ഒരുമിച്ചങ്ങനെ കൊണ്ടുപോകാം എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവിലുള്ളത്. ആ കാഴ്ചപ്പാടിനനുസൃതമായി ഫിഷറീസ് വകുപ്പിൻ്റെ നയം തന്നെ ഒന്ന് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. കാരണം ഏറെ വർഷങ്ങളായിട്ട് 1957 ആണ് കേരളം രൂപീകൃതമാകുന്നത്. 57 ഗവൺമെൻറ് CM-ൻ്റെ ഗവൺമെൻറ്റിൽ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് വിഷൻ ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ് വളരെ പ്രതീക്ഷയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി മത്സ്യത്തൊഴിലാളികളെ, അവരുടെ ജീവിതം സംരക്ഷിക്കാൻ, അവരുടെ മത്സ്യബന്ധന രീതികളെ ആധുനികവൽക്കരിക്കാൻ, അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിൽ ന്യായമായി വില ഉറപ്പാക്കുന്നതിന് വേണ്ടി മിച്ചമുണ്ടെങ്കിൽ അത് ഐസ് പ്ലാന്റുകളും മറ്റും തീരദേശത്ത് ഉറപ്പാക്കിക്കൊണ്ട് അത് സൂക്ഷിക്കാൻ, മാർക്കറ്റിങ്ങിൽ ഇടപെടാൻ, ഇങ്ങനെ തുടങ്ങിയ ഒരു ദീർഘവീക്ഷണം ആ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ് എന്ന കൺസെപ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തുടങ്ങി വയ്ക്കുന്ന കാര്യത്തിനൊരു തുടർച്ചയില്ല. അതിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ വളരെ വലുതായിട്ട് മുന്നോട്ട് പോകാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ തീരദേശം നിൽക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ഗൗരവതരമായ പ്രശ്നം കൂടി ഉള്ളത്, കേരളത്തിൻ്റെ തീരദേശം ആകെ എടുത്തു നോക്കിയാൽ 590 കിലോമീറ്ററിൽ 63% പരിസ്ഥിതി ദുർബലമായ തീരദേശമാണ്. അങ്ങേയറ്റം ദുർബലമായ തീരദേശമാണ്. ഉറപ്പുള്ള തീരദേശം നമുക്ക് കൃത്യമായി പറഞ്ഞാൽ 7.8% മാത്രമേ ഉള്ളൂ. ഈ 590 കിലോമീറ്ററിൽ 8% താഴെയുള്ള തീരം മാത്രമാണ് ഉറപ്പുള്ള തീരം. മറ്റേതെല്ലാം ദുർബല പ്രദേശമാണെന്നിരിക്കെ നമ്മൾ ഈ തീരദേശത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനവും തൊഴിലാളികളുടെ സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോയില്ല എങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരദേശ ശോഷണം, അതിൻ്റെ ഒരു പ്രത്യാഘാതം, അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ ജീവിതത്തിന് സുരക്ഷിതമില്ലായ്മ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു സ്ഥിരതയില്ലാത്ത തരത്തിലേക്ക് കേരളത്തിൻ്റെ തീരം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് എന്നുള്ളത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് സ്ഥിരമായ ഒരു സസ്റ്റൈനബിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് വലിയൊരു പങ്കുണ്ട്. ഇതര വിഭാഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം വേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങളൊരു സീരിയസ് ആയ ഒരു വർക്ക്ഷോപ്പിന് തന്നെ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും ഞാൻ അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. പീറ്ററും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണത്തോടു കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. CRZ 1991 പ്രഖ്യാപിച്ചതിന് ശേഷം
ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. CRZ തീരസംരക്ഷണമാണ് മീൻ ചെയ്യുന്നത്. പക്ഷേ ആ തീരസംരക്ഷണം എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് അതിലെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ചുകൊണ്ട് എങ്ങനെ തീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത്, തൊഴിലാളിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ ജീവനോപാധിയെയും തീരദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നത് ഒരു സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടിയിരുന്നു. 2011 അതിനെ അമെൻഡ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും വിതിൻ 1 ഇയർ ആ പ്രപ്പോസൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ കാലതാമസം വല്ലാതെ വരുത്തിയിട്ടുണ്ട്. ഇനി കാലതാമസം വരുത്താൻ നമുക്ക് സമയമില്ല. അത് വളരെ സീരിയസ് ആയി തീരത്തെയും തൊഴിലാളികളെയും ബാധിക്കുന്നു എന്നതുകൊണ്ട് ഒരു അർജൻസി ഇക്കാര്യത്തിലുണ്ട്. അതിനൊരു കൂട്ടായ ശ്രമത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. മറ്റ് പരമ്പരാഗത വ്യവസായത്തിൽ പ്രമുഖമായിട്ടുള്ളത് കശുവണ്ടിയാണ്. കശുവണ്ടി വ്യവസായം ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയ വെല്ലുവിളിയാണ് തൊഴിലാളികൾ നേരിടുന്നത്. വ്യവസായം ആസ് എ ഹോൾ എന്ന് ഞാൻ പറയുന്നില്ല. വ്യവസായത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ട് ടാക്സ് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ചെറുകിട വ്യവസായികൾക്കാണ് ആ പ്രശ്നം. കേണൽ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ അത്രയും വലിയ പ്രശ്നമില്ല. ഇന്ന് നമ്മുടെ കേരളത്തിലെ കശുവണ്ടി വ്യവസായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റോ നെറ്റിൻ്റെ ലഭ്യതയാണ്. കശുവണ്ടി ന്യായമായി ലഭ്യമല്ല. എന്നാൽ ഈ ലഭ്യമല്ലാത്ത ഇമ്പോർട്ടിനെ ആശ്രയിച്ചാണ് നമ്മളുടെ കേരളത്തിൽ വ്യവസായം നടക്കുന്നത്. കേരളത്തിന് ആവശ്യമായതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ, ഇപ്പോൾ നമുക്കൊരു 12 ലക്ഷത്തോളം ടൺ തോട്ടണ്ടി ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 1/2 ലക്ഷം ടണ്ണേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത്ര വളരെ ഗൗരവതരമായ പ്രശ്നം നേരിടുന്നത്. അപ്പോൾ തോട്ടണ്ടിയുടെ ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നിരിക്കുക. ആ ലഭ്യത കുറവിനെ ഇമ്പോർട്ട് ചെയ്യുന്ന തോട്ടണ്ടി പരമാവധി ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ കൈമാറി കച്ചവടം നടത്തുന്ന പുതിയ ട്രേഡേഴ്സിൻ്റെ കടന്നുവരവ് ചെറുകിട വ്യവസായികൾക്കും തൊഴിലാളികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള വളരെ വലിയൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. തൊഴിലാളികളുടെ ന്യായമായ കൂലിയും ആനുകൂല്യവും സംരക്ഷിക്കാനാണ് 1970കളിൽ കശുവണ്ടി വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത്. പിൽക്കാലത്ത് സഹകരണ പ്രസ്ഥാനവും വന്നു, കാപ്പെക്സ്. ഈ 2 സ്ഥാപനങ്ങളും വ്യവസായത്തിലെ തൊഴിലാളികളുടെ നിയമപരമായ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ സ്ഥാപിക്കപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഇന്നത് നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ നയം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പം നേരിടുന്നത് കഴിഞ്ഞ 1 വർഷമായി തുടർച്ചയായിട്ട് കാഷ്യൂ കോർപ്പറേഷൻ പൂട്ടിക്കിടക്കുകയാണ്. കാഷ്യൂ കോർപ്പറേഷൻ പൂട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഫാക്ടറികളും 800ഓളം ഫാക്ടറി നമ്മുടെ കേരളത്തിലുണ്ട്. ആ 800 ഫാക്ടറികളിൽ ഒരു 200-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബാക്കിയൊക്കെ പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പൂട്ടിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ വ്യവസായമാകെ ഇല്ല എന്നല്ല, വ്യവസ്ഥാപിതമായ ഫാക്ടറികളെ അടച്ചിട്ടുകൊണ്ട് നിയമവിരുദ്ധമായ പ്രോസസ്സിംഗ് രീതിയിലേക്ക് വ്യാപകമായി വ്യവസായം കൊണ്ട് എത്തിക്കപ്പെട്ടു. അതിനെല്ലാവിധ പിന്തുണയുമാണ് കഴിഞ്ഞ കാലത്ത് ഗവൺമെൻറ്റുകൾ കൊടുത്തത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അക്കാലത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും വ്യവസായത്തെയും തൊഴിലാളിയെ സംരക്ഷിക്കാൻ നടത്തിയിട്ടില്ല. ഫലമെന്ന് പറഞ്ഞാൽ തികഞ്ഞ അരാജകത്വത്തിലേക്ക് കശുവണ്ടി വ്യവസായം നമ്മുടെ സംസ്ഥാനത്തെത്തി. അവിടെ നിന്ന് ഈ വ്യവസായത്തെ തൊഴിലാളികളുടെ താല്പര്യത്തിനനുസൃതമായി കൂലി ഉറപ്പാക്കാനും ചെറുകിട വ്യവസായികൾക്കടക്കം ഈ വ്യവസായം ന്യായമായി കൊണ്ടുപോകാനും ഇടനിലക്കാരും ട്രേഡേഴ്സ് നടത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് വ്യവസായം ഒരു സ്റ്റേബിളായി കൊണ്ടുപോകാനും കഴിയുന്ന തരത്തിലേക്ക് ഒരു വലിയ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ ഒരു 6 മാസമെങ്കിലും മിനിമം ഇതിലൊന്ന് കാല് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ അരാജകത്വത്തിൽ നിന്ന് വ്യവസായത്തെ രക്ഷിക്കാൻ വളരെ വലിയൊരു ഇടപെടൽ വേണ്ടതുണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപാട് പറയാനുള്ള വകുപ്പുകളാണ്. പക്ഷേ ആമുഖം എന്ന നിലയ്ക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ചർച്ചയിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ, ചോദ്യങ്ങളിലൂടെ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താം എന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. പക്ഷെ കാലക്രമേണ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അല്പ കാലതാമസം നേരിടുന്നത് എന്ത് എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഒന്നാമതായി, തീരെ ശുചിത്വമാണ് അടിയന്തരമായി വേണ്ടതെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ മത്സ്യത്തൊഴിലാളികൾ സ്വാഗതം ചെയ്തു. കാരണം കടലോരവും കടലും ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കടലിൻ്റെ അടിത്തട്ടിൽ മലയെറിഞ്ഞാൽ മത്സ്യത്തൊഴിലാളിക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പോൾ അത് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ തീരപ്രദേശം ആകെ നോക്കിക്കഴിഞ്ഞാൽ മാലിന്യം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അക്കാര്യത്തിൽ ചോദിക്കുവാനുള്ളത്, കഴിഞ്ഞ ബഡ്ജറ്റിൽ
വേണ്ടത്ര തുക വകയിരുത്തുവാൻ ഇക്കാര്യത്തിൽ എന്തോ കഴിയാതെ പോയി. അത് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വേണ്ടത്ര ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനോ അതിന് വേണ്ടത്ര തുക വകകൊള്ളിക്കാനോ കഴിയാതെ പോയത് ഒരു പ്രശ്നം. ശുചിത്വം എന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ ശുചിത്വം പരമപ്രധാനമാണ്. കേരളത്തിൻ്റെ സമ്പൂർണ്ണ ശുചിത്വം പരമപ്രധാനമാണ്. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഇതാണ് ഇടതുപക്ഷ മുന്നണിയുടെ മുദ്രാവാക്യം തന്നെ. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അതിൻ്റെ പ്രോജക്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് തീരദേശത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത് കേരളത്തിൽ തീരദേശ MLA മാർ, തീരദേശ LSDയുടെ മേയർ അടക്കമുള്ള തീരദേശത്തെ ജനപ്രതിനിധികൾ ഇവരുടെ യോഗം വിളിച്ചു ചേർത്തു. സംസ്ഥാന തലത്തിൽ, രണ്ടാമത് ജില്ലാ തലത്തിൽ ആ യോഗം നടന്നു. താഴെ തലത്തിലേക്ക് വാർഡ് തലത്തിൽ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് പോയി. അത് വളരെ ശക്തമായി തുടരുകയാണ്. അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ നയം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ പാർട്ടി എടുക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. വീട്ടിൻ്റെ അടക്കം ബഡ്ജറ്റ് തുകയില്ലെന്ന് പറയുന്നത് ശരിയല്ല. തുക നമ്മുടെ ശുചിത്വ മിഷന് തന്നെ ആവശ്യമായ പണം കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡിൽ തന്നെ 15,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ വാർഡിലും 2 പേരെ വീതം നിയോഗിച്ചുകൊണ്ട് തൊഴിലാളികളിൽ അവയർനെസ് ക്യാമ്പ് കൊണ്ടുവന്നുകൊണ്ട് ഈ 2 പേര്, ഇപ്പോൾ ഒരു വാർഡെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡാണ് 300-350 വീടേ വരുള്ളൂ. കോർപ്പറേഷൻ ആണെങ്കിൽ അവരുടെ വാർഡുകൾ കുറച്ചുകൂടെ കൂടുതലാണ്. പക്ഷേ ഒരു 200 വീടിന് ഒരാൾ എന്ന് വെച്ചിട്ട് അവരുടെ വീടുകളിൽ കയറി അവയർനെസ് ക്യാമ്പ്, ബോധവൽക്കരണം നടത്താനും ഈ പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യാനും ഖരമാലിന്യത്തിന് പ്രത്യേകമായൊരു പ്രോസസ്സിങ് രീതിയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശുചിത്വം എന്നത് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി നടപ്പിലാക്കാൻ പറ്റൂ. അതിൻ്റെ പ്രോസസ്സിങ് ഒരു താഴെ തലം വരെ എത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘടനകളുടെയും സഹായവും സഹകരണവുമാണ് ഗവൺമെൻറ് ആവശ്യമുള്ളത്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി ശുചിത്വം എന്നത് ഒരു ജനകീയ പ്രോഗ്രാമായി നടപ്പിലാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ വരവ് ഞങ്ങൾ കണ്ടത്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായിട്ട് മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം ഒരു വലിയ വിഷയമാണ്. അത് 2-3 തലങ്ങളിൽ ചിന്തിക്കേണ്ട. ഒന്ന്, ഈ ട്രോളിംഗ് നിരോധനം തന്നെ 3 മാസത്തേക്ക് നീട്ടാനുള്ള ഒരു പരിഗണന ഉണ്ടെന്ന് പലതവണ പറഞ്ഞെങ്കിലും നീങ്ങുന്നില്ല. രണ്ടാമത്, മിനി ട്രോളേഴ്സ് പോലുള്ളത് പരമ്പരാഗത മേഖലയിൽ ആണെന്ന് പറയുന്നവർ പോലും ഈ പറയുന്ന കപ്പൽ വള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം. എന്തിന് തിരുവനന്തപുരത്തെ സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോലും ഈ പറയുന്ന മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന വലകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം എനിക്കൊന്നൊരു പരമമായ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്, തീരപ്രദേശത്തിൻ്റെ സംരക്ഷണത്തെപ്പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് തീരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ പറയും, വിഴിഞ്ഞം പോർട്ട് പോലും ഈ പറയുന്ന പൂന്തറ മുതൽ വേളി വരെയുള്ള പ്രദേശത്ത് ഞങ്ങളുടെയൊക്കെ പഠനത്തിൽ മനസ്സിലാക്കുന്നത് തീരം നഷ്ടപ്പെടാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട തീരത്തെ എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ളതിനെപ്പറ്റി ഗവൺമെൻറ്റിന് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പുനരധിവസിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പുനരധിവാസം ഈ പറയുന്നത് പോലെ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടങ്ങുകയാണെന്നും പറയുന്നു. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കടൽ ഭിത്തികൾ മേഴ്സിക്കുട്ടിയമ്മേനെ പറഞ്ഞു അത് ശാശ്വതമായൊരു പരിഹാരമല്ലെങ്കിലും ഈ പരിഹരിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. ഈ ട്രൈബൽസിന് കൊടുക്കുന്ന ഭൂമി കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഭൂരഹിതരില്ലാത്ത കേരള പദ്ധതികളിലോ ഈ മത്സ്യമേഖലയിലെ നല്ലൊരു ശതമാനം മത്സ്യത്തൊഴിലാളികളെ, പ്രത്യേകിച്ച് കടലിനോട് ചേർന്ന് കിടക്കുന്ന 2-3 വരികളെങ്കിലും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കണം. കടൽ ഭിത്തി ഒരു പരിഹാരമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി മത്സ്യത്തൊഴിലാളികളെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും അടിയന്തരമായി രംഗത്ത് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സച്ചിൻ സൂചിപ്പിച്ച മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണം നമ്മുടെ അജണ്ടകളിൽ ഒന്ന് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ആഗോളമായിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO അവരിപ്പം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്തെന്ന് വെച്ചാൽ ഗ്ലോബലായി മത്സ്യസമ്പത്തിൻ്റെ ശോഷണം വളരെ വലുതായി വരികയാണ്. ഇന്ത്യയിലേക്ക് എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പോൾ 38 ലക്ഷം ടണ്ണാണ് മത്സ്യസമ്പത്തിൻ്റെ ഉൽപ്പാദനം നമുക്ക് 2012-ലെങ്കിൽ ഇപ്പോൾ 2015 എത്തിയപ്പോഴത്തേക്ക് അത് 34 ലക്ഷം ടണ്ണായി മാറി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 5% കുറവിലേക്ക് വന്നു. അപ്പോൾ വളരെ വലിയ ശോഷണത്തിന് തുടക്കം കുറിച്ചു. അവർ 2050 എന്ന് പറയുന്നത് ഈ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വളരെ വലിയ മത്സ്യസമ്പത്തിൻ്റെ ശോഷണത്തിലേക്കാണ് വരാൻ പോകുന്നതെന്ന് FAO തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു 10 ലക്ഷത്തോളം വരുന്ന ഡീപ് സീ ട്രോളറുകൾ ലോകത്താകെയുണ്ട്.
അതിലൊരു 6 ലക്ഷമെങ്കിലും വെട്ടിക്കുറയ്ക്കണം എന്നതാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യ രാജ്യത്തും LOP ഞാൻ അനുസൃതമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദേശ ട്രോളറുകളുടെ ലൈസൻസ് കൊടുക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനോട് എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനയും അനിയന്ത്രിതമായി ഡീപ് സീ ട്രോളറുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തതല്ലാതെ ഇനി കൊടുക്കൂല എന്ന് പറയും, പക്ഷേ ഈ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണം. എന്നാൽ ഈ നിയന്ത്രണം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഡീപ് സീയിലേക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയെ അത്യാവശ്യം ട്രെയിൻ ചെയ്തുകൊണ്ട് നിയന്ത്രിതമായ മത്സ്യബന്ധന ഈ ഡീപ് സീ ട്രോളിംഗ് പരമ്പരാഗത തൊഴിലാളികളെ പരിചയപ്പെടുത്തുകയുമാണ്. ഇതിപ്പോൾ ബിസിനസ് ഫേമുകളാണ് ചെയ്യുന്നത്. അപ്പോൾ മത്സ്യസമ്പത്തിൻ്റെ ശോഷണത്തിൽ നമുക്കൊരു വലിയ ഇടപെടൽ വേണ്ടതുണ്ട്. ജുവനൈൽ ഫിഷ് പിടിക്കുന്നത് നമ്മുടെ ഇതിനെക്കുറിച്ച് ട്രോൾ ബാനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നത് മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തിന് കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ട്രോൾ ബാൻ. ആ ട്രോൾ ബാൻ പോലും വലിയ എതിർപ്പുകൾക്ക് വിധേയമായിട്ടാണ് 88-ൽ നടപ്പിലാക്കിയത്. ഇപ്പോൾ ട്രോൾ ബാൻ ഏകദേശം അംഗീകരിക്കപ്പെട്ടു. ആളുകൾ അംഗീകരിക്കപ്പെട്ടത് 3 months എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഒരു അത്രയും ആയിട്ടില്ല. അത് ഉടനടി ആകാൻ കഴിയില്ല, കടുത്ത എതിർപ്പിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെയും ഈ മേഖലയിലെ ആളുകളുടെ ഒരു സമന്വയത്തിന് വിധേയമായിട്ട് ഇത്തരം പരിഷ്കാരങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അതിൻ്റെ ചർച്ച തുടരുകയാണ്. ക്രമേണ ഇപ്പോൾ എന്തായാലും 30 ദിവസം ഒന്ന് 45ആയി 67ആയി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 90 എന്ന് പറയുന്നത് കേരളത്തിൽ എത്തിയിട്ടില്ല. 90 ആകണമെങ്കിൽ ഇത്തിരി സമയം പിടിക്കും. അതിന് തൊഴിലാളികളുടെയും ഈ സമൂഹത്തിൻ്റെയും സഹകരണത്തോടു കൂടി അതിനുള്ള ശ്രമങ്ങൾ തുടരും. സമവായം ഉണ്ടാക്കി തുടരും. എന്ന് വെച്ചാൽ വാക്കുകളെല്ലാം തെറ്റിദ്ധരിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലമാണിത്. അതുകൊണ്ട് സമവായം എന്നത് വളരെ വളരെ പ്രധാനമാണ്. അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയന്ത്രണം അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പങ്കാളിത്തത്തോടു കൂടിയുള്ള നിയന്ത്രണമാണ്. പങ്കാളിത്തത്തോടു കൂടിയുള്ള നിയന്ത്രണത്തിലേക്ക് പോകും. അച്ഛൻ പറഞ്ഞ കപ്പൽ വള്ളങ്ങള്, അതെ, കപ്പൽ വള്ളങ്ങള് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ഥിതി എന്തെന്ന് വെച്ചാൽ ബോട്ട് യാർഡുകൾക്ക് ഒരു തരത്തിലും ലൈസൻസ് ഇല്ല. കേരളത്തിൽ ആർക്കും ബോട്ട് യാർഡുകൾ സ്ഥാപിക്കാം, ആർക്കും അവർക്ക് ഇഷ്ടമുള്ള സൈസ് വള്ളങ്ങളും പിന്നെ ബോട്ടുകളും നിർമ്മിക്കാം, ഇഷ്ടമുള്ള തരത്തിലേക്കുള്ള വലകൾ ഉപയോഗിക്കാം. അതിന് നിയമമുണ്ട്. ഇപ്പോൾ പറഞ്ഞ KMFRA നിയമത്തിൽ അത്യാവശ്യം ഭേദഗതി വേണമെങ്കിൽ അതും വരുത്താൻ ആലോചിക്കുകയാണ്. ഈ ഭേദഗതിക്കും ഏത് തരത്തിൽ നിന്നുള്ള തൊഴിലാളികളുടെ ഒരു സമന്വയം വേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ബോട്ട് യാർഡുകൾക്ക് ലൈസൻസ് ഇല്ല കേരളത്തിൽ. ബോട്ട് യാർഡുകൾക്ക് ലൈസൻസ് കൊണ്ടുവരാൻ ആലോചിക്കുകയാണ്. ഇന്നടുത്ത് ബോട്ട് യാർഡുണ്ട്. അപ്പോൾ അവിടെ ലൈസൻസ് വന്നാൽ ഇന്ന നിയന്ത്രണത്തിന് വിധേയമായിട്ട് ബോട്ട് നിർമ്മിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു നിയന്ത്രണം ഒരു കാര്യത്തിലുമില്ല, ഇഷ്ടമുള്ളതൊക്കെ ആളുകൾക്ക് ചെയ്യാം. അപ്പോൾ നിയന്ത്രണങ്ങൾ രാജ്യത്താകെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നിയന്ത്രണവും ഒരാൾക്കും ബാധകമല്ല എന്നതാണ് മത്സ്യബന്ധന രീതി ഇന്ന് നിലനിൽക്കുന്നത്. ആ നിയന്ത്രണത്തിന് തൊഴിലാളികൾ വിധേയമാകണമെങ്കിൽ അവരുടെ ഇടയിലുള്ള ബോധവൽക്കരണം വളരെ വലുതാണ്. ആ ബോധവൽക്കരണത്തിലേക്ക് എല്ലാ സന്നദ്ധ സംഘടനയും ട്രേഡ് യൂണിയനും വലിയൊരളവിൽ അത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഗൗരവതരമാണ്. പ്രയോഗം വരുമ്പോഴാണ് തർക്കങ്ങൾ കൊടുമുടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തർക്കങ്ങളുടെ കൊടുമുടിയിലേക്ക് പോകാതെ സമന്വയത്തിലേക്ക് വന്നത് നടപ്പിലാക്കുക എന്നത് ഹൈലി റിസ്ക് ആയ ഒരു ജോലിയാണ്. ആ ജോലിയിലേക്കാണ് ഏർപ്പെടുന്നത്. കടൽ ഭിത്തി ശാശ്വതമായ പരിഹാരമല്ല എന്നതാണ് ഇന്നലെ നമ്മൾ നടത്തിയ വർക്ക്ഷോപ്പിൽ, ഒരു നാഷണൽ വർക്ക്ഷോപ്പാണ് നടക്കുന്നത്. എല്ലാ സയൻറ്റിസ്റ്റുകളും അവിടെയുണ്ട്. അവരുടെ പഠനങ്ങളും റിപ്പോർട്ടുകളും എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലയിടത്ത് നമുക്ക് ഹാർബേഴ്സ് വേണം. ഇപ്പം ജനപ്രതിനിധികളുടെ എല്ലാം ആഗ്രഹമാണ്. ഇന്ന് തന്നെ കുറേ നിവേദനം കിട്ടി. കുറേ ഇടത്ത് ലാൻഡിങ് സെൻറ്റർ വേണം, കുറേ ഇടത്ത് ഹാർബർ വേണം. അപ്പോൾ എവിടെ ഹാർബർ ആകാം, എവിടെ ലാൻഡിങ് സെൻറ്റർ ആകാം, എവിടെ പാടില്ല. അത് ഈ കേരളത്തിൻ്റെ തീരത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു സമഗ്രമായ പഠനത്തിന് വിധേയമായിട്ടേ അത് ചെയ്യാൻ പറ്റൂ. ഓരോരുത്തർ ആവശ്യങ്ങളനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ആ പഠനത്തിനാണ് നമ്മളിപ്പോൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാൻ എളുപ്പമാണ്. പ്രയോഗം വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയ രംഗത്തേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോവുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള മുൻകൈ പ്രവർത്തനമാണ് ഇപ്പോൾ തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ഈ പൊള്യൂഷനെ പറ്റി, മലിനീകരണത്തിനെ പറ്റി മിസ്റ്റർ പീറ്റർ പറഞ്ഞു. ഇതൊരു കേരളത്തെ മുഴുവൻ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദ്രവ മാലിന്യം, പ്ലാസ്റ്റിക്. ഇതിന് നമ്മുടെ കായലായാലും കടലായാലും നദികൾ, കുളങ്ങൾ, ജലാശയങ്ങളെല്ലാം ഇപ്പോൾ ഈ വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിട്ട് പറഞ്ഞു. അതെ. അപ്പോൾ അതിന് നമുക്ക് ഒരു കോർഡിനേറ്റഡ് എഫർട്ട്സ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 1200ഓളം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് ലെവലിലുള്ള മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, അതുപോലെ ടൂറിസം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ ശുചിത്വ മിഷൻ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സ്, 14 ജില്ലയിലും 14 ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സ്, ഇവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു കൺസേർട്ടഡ് എഫർട്ട് ഉണ്ടാകുന്ന ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാം. ഇപ്പോൾ ഈ പുതിയ പോളിസിയിൽ
അത് ഉൾപ്പെടുത്തിയിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ അത് പീരിയോഡിക്കായിട്ട് അത് റിവ്യൂ ചെയ്തിട്ട് പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ പൊള്യൂഷനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആ ഒരു ബോധവൽക്കരണം കുട്ടികൾ സ്കൂൾ തലം മുതൽ നമ്മൾ മുതിർന്ന പൗരന്മാർ വരെയുള്ള ആ നിലവാരത്തിലേക്ക് ബോധവൽക്കരണം ഉണ്ടാകുക അത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ ഇത് വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. പിന്നെ മിസ്റ്റർ പീറ്റർ പറഞ്ഞതുപോലെ ഈ വെള്ളം കടലിലേക്ക് ഈ വെളിക്കായലിൽ വെള്ളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മൺസൂൺ കാലഘട്ടമല്ലാത്ത സമയത്ത് പല ഏരിയയിലും വെള്ളം കെട്ടിക്കിടന്നിട്ട് അത് ഈ മലിനീകരണത്തിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കടലിലേക്ക് ഒഴുകാതെ നമ്മൾ കെട്ടി നിർത്തിയാൽ വീണ്ടും അത് കൂടുതൽ ജലമലിനീകരണത്തിലേക്ക് എത്തും. പിന്നെ കൊതുകിൻ്റെയും മറ്റ് പല സാംക്രമിക രോഗങ്ങളുണ്ടാകാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകും. പക്ഷേ ഈ വെളിക്കായലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സ്പിൽവേ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ നമ്മൾ പാർവതി പുത്തനാർ അതുപോലെ ആ ഭാഗത്തുള്ള കരമനയാറിൽ നിന്ന് വരുന്ന വെള്ളം ഇത് മുഴുവൻ ഇപ്പോൾ കാല് തൊടാൻ വയ്യാത്ത രീതിയിൽ മലീമസമായിരിക്കുകയാണ്. അത് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഈ LSG തന്നെ അതിന് മുൻകൈ എടുക്കണം. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഈ ടൂറിസവും ഒരു റോള് ഇതിനകത്ത് ഈ പൊള്യൂഷൻ ഉണ്ടാകുന്നതിന് ടൂറിസം കൂടെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഒരു കൺസേർട്ടഡ് എഫർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും ഈ പൊള്യൂഷൻ മലിനീകരണം മാറ്റാൻ പറ്റും. പിന്നെ ഈ മീനിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കിപ്പോൾ ഏതാണ്ട് ഈ കെറസിൻ്റെ പൊല്യൂഷനും വേറൊരു പ്രശ്നമായിട്ടുണ്ട് കടലിൽ. ഈ ബോട്ടുകൾ ഉപയോഗിക്കുന്ന കെറസിൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഏതാണ്ട് 8.07 lakh ടൺസ് നമ്മുടെ മെക്കനൈസ്ഡ് ബോട്ട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ അത്ര നിരോധകരമായിട്ടുള്ളൊരു ഇതല്ല. അതിന് നാച്ചുറൽ പ്രോസസ്സിങ് വഴി തന്നെ അത് വീണ്ടും ഹൈഡ്രോ കാർബൺസിൻ്റെ അത് തനിയെ തന്നെ അത് മാറത്തക്കൊണ്ടുള്ള നാച്ചുറൽ തന്നെ ഒരു സംവിധാനമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് ഈ മീൻ പിടുത്തത്തിൻ്റെ കാര്യം, ഈ മെഷ് സൈസ് പ്രത്യേകിച്ച് നമ്മുടെ സീൻ നെറ്റുകൾ അതിനകത്ത് ലോ മെഷ് സൈസ് ഉള്ളതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങളെ ധാരാളം നമ്മൾ പിടിക്കും. അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. മാത്രമല്ല ബ്രീഡേഴ്സ് ഈ കടലിലെ ബ്രീഡിങ് മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഈ സീസണിൽ നമ്മൾ ധാരാളം നശിപ്പിക്കുന്നു. അത് മിസ്റ്റർ പീറ്ററിനൊക്കെ അറിയാം. അപ്പോൾ അതിന് നമ്മളൊരു നിയന്ത്രണം ഉണ്ടാക്കത്തക്കൊണ്ട് ഞാൻ മുമ്പൊരിക്കൽ ഒരു സജഷൻ കൊടുത്തിരുന്നു. ഈ നമ്മുടെ ഈ റിസർവ് ഫോറസ്റ്റ് വനസംരക്ഷണത്തിന് വേണ്ടി റിസർവ് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കടലിൽ ജില്ലാതലത്തിൽ തന്നെ കോസ്റ്റൽ ഏരിയയിൽ നാവിഗേഷന് തടസ്സമില്ലാത്ത രീതിയിൽ മീനിന് മുട്ടയിടാനും അവിടെ മീൻ പിടിക്കാതിരിക്കത്തക്കോണം നോ ഫിഷിംഗ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് നാവിഗേഷനെ ബാധിക്കാത്ത രീതിയിൽ ഈ മുമ്പ് പാര ഉണ്ടാക്കിയിട്ട് മീൻ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ആ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക് റിസർവായിട്ട് കുറച്ച് ഏരിയ ഫിഷിങ് ഇല്ലാത്ത ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചൂണ്ടയ്ക്ക് ഉള്ളവർക്കൊക്കെ പോയി ചൂണ്ട പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ വലയിടാത്ത രീതിയിൽ ആണെങ്കിൽ ഈ മത്സ്യത്തിന് അവിടെ ഒരു സങ്കേതം ഉണ്ടാക്കി ബ്രീഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. സാർ പറഞ്ഞ കറക്റ്റാണ്. ആർട്ടിഫിഷ്യൽ റീഫ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനായിട്ട് അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ കണ്ടൽക്കാടുകൾ വെച്ച് ഉൾനാടൻ ജലാശയങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ മൺറോത്തുരുത്തൊക്കെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാട് ഇപ്പോൾ അഷ്ടമുടിക്കാടിൻ്റെ നടുവിൽ ഒരു കാടായിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയാൽ അറിയാം. അത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി എടുക്കണം. വളരെ ഇപ്പോൾ 10 ഏക്കറിലധികം സ്ഥലത്തേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ 1000 എങ്കിൽ തന്നെ ഈ തരത്തിലുള്ള കണ്ടൽക്കാടുകൾ ഒരു 50 ഏക്കറുള്ള അവിടെ 10 ഏക്കർ ഇതിനു വേണ്ടി തന്നെ റിസർവ് ചെയ്തിരിക്കുക, കണ്ടൽക്കാടുകൾ മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വ്യാപകമാകുക എന്നുള്ളത് ഫിഷർമെൻ്റെ സഹായം വേണം. കാരണം അവിടെയൊക്കെ പോയി തന്നെ പിടിക്കാനായിരിക്കും നമ്മുടെ ആളുകൾ. ഈ നിയന്ത്രണം വന്നാൽ ഉടനെ അത് സാർ പറഞ്ഞപ്പോൾ എളുപ്പമാണ്. ആദ്യം പോയി നമ്മുടെ ആളുകളായിരിക്കും ഇതിനെ പിടിച്ചുകൊണ്ട് വരാൻ നിൽക്കുന്നത്. ഇപ്പോൾ ചീനവല, കുറ്റിവല എന്ന് പറയുന്ന മത്സ്യബന്ധന രീതി വളരെ തടസ്സമാണ്. ഈ ചീനവല എന്നൊക്കെ പറയുന്നത് അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിയാണ്. അത് മാറ്റണമെന്ന് പറഞ്ഞാൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ചീനവല. ആർക്കെങ്കിലും തൊടാൻ കഴിയുമോ ചീനവല? പക്ഷേ തൊട്ടേ മതിയാവും. അപ്പോൾ ചീനവല എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഒരു മത്സ്യബന്ധന രീതിയാണ്. കുറ്റിവലയിൽ ഏറ്റം കെട്ടൽ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ.
ഇപ്പം നമ്മൾ പിന്നെ നീണ്ട അഴിമുഖങ്ങളിലാണല്ലോ കുറ്റിവല കിട്ടുന്നത്. നീണ്ടകരയിലെ കുറ്റിവല മുഴുവൻ എടുത്ത് മാറ്റി. അപ്പോൾ അഴിമുഖങ്ങളിൽ കെട്ടുന്ന കുറ്റിവല അവിടെയുള്ള ഏറ്റം കെട്ടൽ മത്സ്യസമ്പത്തിൻ്റെ നാശത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് രീതികൾ നമ്മുടെ ആളുകൾ തുടരുന്നുണ്ട്. അതിനെല്ലാമുള്ള നിയന്ത്രണം, ഇടപെടൽ എന്നുള്ളത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണമാകുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് മിഷനറി ഒരു വശത്തൂടെ കാര്യം ചെയ്യുമ്പോൾ മറുവശത്തൂടെ തൊഴിലാളി തന്നെ അതിനെ പരാജയപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ തൊഴിലാളികളുടെ ബോധവൽക്കരണം എന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അനിവാര്യമാണ്. കാഷ്യൂ ഇൻഡസ്ട്രിയെ പറ്റി പറയുവാണെങ്കിൽ ഇത് 40കളിലൊരു 3-4 ഫാമിലീസ് കൊല്ലത്ത് തുടങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണ്. ലോകത്ത് ഇപ്പം കാഷ്യൂ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയും അന്ന് പതുക്കെ 5 ലക്ഷം ജോലിക്കാർ വരെ ഒരു സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് 97% ലോകത്തെ എല്ലാ ബിസിനസ് കാഷ്യൂസ് ലോകത്തുള്ള എവിടെയെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം കൊല്ലത്തെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്ന് പ്രോസസ്സ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്ന് വളരെ ഒരു സ്മോൾ പെർസെൻറ്റേജ് ആയിട്ട് വന്നിരിക്കുക, 11%ഓ 10%ഓ ലോകത്ത് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വന്നിരിക്കുക. ഇതിൻ്റെ ബേസിക് പ്രോബ്ലം ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല എന്ന് ഉള്ളൊരു കാര്യമാണ്. ഈ പ്രൊഡക്ഷൻ എന്ന് കൂടുന്നില്ല. ഈ കേരളയിൽ തന്നെ ഈ കാഷ്യൂ ഇല്ലെങ്കിൽ ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഈ കാഷ്യൂ ഫാക്ടറീസ് വന്നു കഴിഞ്ഞു. ഒരു സമയത്ത് നമ്മളുടെ ജോലിക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് വിയറ്റ്നാമിലാണെങ്കിലോ ബ്രസീലിലാണെങ്കിലോ ആഫ്രിക്കയിലോ ജോലിക്കാരും ചെയ്യുന്നുണ്ട്, മെഷീൻസും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് മാറ്റണമെങ്കിൽ നമ്മൾ മിനിസ്റ്റർ ലേബറിനെ പറ്റി മാത്രം വിചാരിക്കാതെ ഇതിൻ്റെ ഒരു കോംപ്രിഹെൻസീവായിട്ട് വിചാരിച്ചിട്ട് ഈ കേരളയിൽ ഈ പ്രൊഡക്ഷൻ നിൽക്കണമെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ എന്തായാലും കൂടണം. അതിൻ്റെ കൂടെ ഈ ജോലിക്കാരുടെ കൂടെ മെക്കനൈസേഷൻ കൂടണം. ഈ അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ നന്നായിട്ട് കൂടണം. ഈ ഉള്ള സ്ഥലം കാഷ്യൂ ഉള്ള സ്ഥലം നമ്മൾ പ്ലാന്റേഷൻ പോലെ നോക്കിയാൽ ഇന്ന് നമ്മളുടെ ഒരു ഹെക്ടറിൽ 0.9 കിലോഗ്രാംസേ ഉണ്ടാവുന്നുള്ളൂ. അത് ഈസി ആയിട്ട് ഒരു 5 വർഷത്തിന് 4 ടൺ വരെ ഉണ്ടാക്കിയാൽ തന്നെ ഇവിടുത്തെ 4-5 ഇരട്ടി പ്രൊഡക്ഷൻ ആവും. എന്നിട്ടേ ഉള്ളൂ നമ്മൾ ഇനിയും തൊട്ട് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന എപ്പോഴും നഷ്ടമായിട്ട് വരുത്തതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടെയും ഇതേപോലെ തന്നെ ഫാക്ടറീസ് ഉണ്ട്. അതായിരിക്കും ഒരു കോംപ്രിഹെൻസീവായിട്ട് വിചാരിക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് തിങ്, നമ്മൾ കേരളം ഒരു ഓർഗാനിക് കാഷ്യൂ പ്ലാന്റേഷൻ ആക്കി മാറ്റിയ ഓൾറെഡി നമ്മൾ കാഷ്യൂ ഒന്നും കെമിക്കൽസും ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനത്തെ കാലിഫോർണിയൻ ആൽമണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വേൾഡിൽ ഫേമസാണ്. പിസ്റ്റാഷ്യൂസ്, സ്പാനിഷ് പിസ്റ്റാഷ്യൂസ്, ഇറാനിയൻ പിസ്റ്റാഷ്യൂസ് എല്ലാം ഫേമസ്. അതുപോലെ കേരളയിലെ ഓർഗാനിക് കാഷ്യൂസായിട്ട് വന്ന ഇപ്പം കിട്ടുന്നതിനെ കാട്ടി ഒരു ഇരട്ടി വില കേരളയിൽ മാത്രം പ്രോസസ്സ് ചെയ്യുന്ന കാഷ്യൂസിന് കിട്ടും. എന്നാലേ ഇവിടുത്തെ ഇത് ഈ ഒരു പെർസെൻറ്റേജ് കുറച്ച് കൂടുവോ ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ വരാൻ പറ്റത്തുള്ളൂ. കാഷ്യൂവിൻ്റെ ലഭ്യതയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ കശുവണ്ടി വ്യവസായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ലഭ്യത എന്നും വിദേശ രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു പോയിൻ്റാണ്. അപ്പം കശുമാവ് വികസന ഏജൻസി തന്നെ കേരളത്തിലുണ്ടാക്കി കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത്, ഗുരുദാസ് റാവ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ഈ വിഷയം സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യുകയും അതിന് പറ്റുന്ന ഒരു ഏജൻസി തന്നെ രൂപീകരിച്ച് കാഷ്യൂ പ്ലാന്റേഷനിലേക്ക് നമ്മൾ ഈ കേരളത്തിൽ തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോജക്റ്റിലേക്ക് വരികയും ചെയ്തു. ഒരു 16 ലക്ഷം തൈയോളം നമ്മൾ അക്കാലത്ത് നട്ടിരുന്നു. അതൊരു പ്ലാന്റേഷൻ സ്റ്റാറ്റസ് നമുക്ക് കാഷ്യൂവിന് ഇല്ലാത്തതാണ് ഒരു തടസ്സമെന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും വളരെ കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ സ്റ്റാറ്റസിലേക്ക് ഈ വർഷം നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റേഷനായി വന്നാൽ മാത്രമേ ഇവിടെ കൃഷി നിലനിൽക്കൂ. റബ്ബറിൻ്റെ വലിയ വിലയിടിവിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു ഫുഡ് ഐറ്റം എന്ന നിലയിൽ ഇത് വളരെ ഗൗരവതരമായി കാണേണ്ടതുണ്ട്. പ്ലാന്റേഷൻ സ്റ്റാറ്റസിലേക്ക് വന്നുകൊണ്ട് കൃഷിയിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. കേരള ബ്രാൻഡിന് നല്ല വിലയുണ്ട്. അത് കൊല്ലം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വലിയ വിലയാണ്. ആ ബ്രാൻഡിനെ നശിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്താകെ കാഷ്യൂ എന്ന് പറഞ്ഞാലും കൊല്ലം ബ്രാൻഡിനുള്ളൊരു വില കൊല്ലം ബ്രാൻഡിന് തന്നെയുണ്ട്. അതുകൊണ്ട് ആ ബ്രാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഫുള്ളി മെക്കനൈസേഷനിലേക്ക് പോയാൽ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവ്. അപ്പം ഞാൻ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് പാർഷ്യൽ മെക്കനൈസേഷൻ കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെൻറ് പോളിസി. അതുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിച്ച് വ്യവസായവും നിർത്തി സംരക്ഷിച്ചുകൊണ്ട് ജൈവ
ഉൽപ്പന്നം എന്ന നമ്മുടെ ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ വേൾഡ് വൈഡായി മാർക്കറ്റുണ്ട്. ഇന്ത്യക്കുള്ളൊരു ഗുണം ഇപ്പോൾ ബ്രസീലിൽ വന്നാലും വിയറ്റ്നാമിൽ വന്നാലും ഇമ്പോർട്ട് നയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്ട്രിക്റ്റായിട്ടൊരു നിലപാടെടുത്താൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ കേണൽസിനും നട്ട്സിന് മാത്രമല്ല കേണൽസിനൂടെ നല്ല വർദ്ധിപ്പിച്ചാൽ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. 128 കോടി ജനത എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റിനെ നമ്മൾ ആശ്രയിച്ചാൽ മതിയാകും. വ്യവസായത്തിന് ഭാവിയുണ്ട്. ആ ഭാവി എന്ന് പറയുന്നത് കാഷ്യൂ പ്ലാന്റേഷനും കൂടെ ചേരുന്നതാണെന്നത് പറയുന്നത് വളരെ കറക്റ്റ്. ഗവൺമെൻറ് അതിലേക്ക് വരുന്നുണ്ട്. ഈ ഏജൻസിയെ കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യാനും കാഷ്യൂ പ്ലാന്റേഷൻ കുറച്ചുകൂടി വ്യാപകമാക്കാനും അങ്ങനെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിക്കാരുടെയും കൂടെ തൊഴിൽ സംരക്ഷണമാക്കിയതിനെ മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ ബ്രാൻഡ് വിശിഷ്യ കൊല്ലം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്ത് 128 കോടി ജനതയുള്ളതിൽ ഒരു 10-30 കോടി ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ധാരാളം മാർക്കറ്റായി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ വ്യവസായത്തിന് ഭാവിയുണ്ട്. അത് ഗവൺമെൻറ് പോളിസിയുമായി ചേരുന്നതാണ് ആ ഭാവി എന്നത് കണ്ടുകൊണ്ട് അതിലേക്ക് പോകാൻ. റിവൈവൽ ഓഫ് കാഷ്യൂ സെക്ടർ ഇൻഡസ്ട്രീന് എന്തെങ്കിലും പ്രത്യേക പാക്കേജ് അങ്ങനെ ഒത്തിരി ഇൻഡസ്ട്രീസ് ഇപ്പം കാഷ്യൂവിൽ തന്നെ ഡിഫങ്ക്ട് ആണെന്ന്. അപ്പോൾ അതിനെ എങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഡിഫങ്ക്ട് അതെ, അതിൽ ഇപ്പം നമ്മുടെ ഈ ട്രേഡിങ് വന്നതോടുകൂടി ചെറുകിട വ്യവസായികൾ കുറേ അധികം പേര് ബുദ്ധിമുട്ടിലാണ് ഫിനാൻഷ്യലി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിനിടയിൽ നമ്മുടെ ചെറുകിട വ്യവസായികൾ ആകെ ഈ പ്രശ്നം നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ബാങ്കിങ് സ്ഥാപനമായിട്ടൊരു ചർച്ച നടത്തി. റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികൾ കുറച്ചധികം ഹെൽപ്ഫുൾ ആയിരുന്നു ഈ കാര്യത്തിൽ. ചർച്ച ചെയ്തിട്ട് ഞങ്ങളൊരു പാക്കേജിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു എംപവർ കമ്മിറ്റി, ഫിനാൻസ് സെക്രട്ടറിയും കാഷ്യൂ സെക്രട്ടറിയും ബന്ധപ്പെട്ട ആളുകളെല്ലാം കൂടെ ചേർന്നൊരു എംപവർ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പഠനത്തിന് വിധേയമാക്കുകയാണ് ഓരോ ഇൻഡസ്ട്രിയിലെയും ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ 3 തലത്തിലാണ് അത് എടുക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ ബാങ്ക് വായ്പ പറഞ്ഞുകൊണ്ട് RRലേക്ക് പോകരുത് തൽക്കാലം. അവരുടെ വായ്പകളെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. പുതിയ വായ്പയും കൊടുക്കണം. അല്ല, റീഷെഡ്യൂൾ ചെയ്തിട്ട് പുതിയതായിട്ടുള്ളൊരു ക്യാപിറ്റൽ അവരുടെ കയ്യിലില്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ പുതുതായിട്ട് വായ്പ കൊടുക്കണം, ഇത് റീഷെഡ്യൂൾ ചെയ്യണം, RR നിർത്തി വയ്ക്കണം. അങ്ങനെ ഒരു പാക്കേജ് തൽക്കാലം നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലേക്കാണ്. ലോങ് റൺ ആയിട്ട് ഇപ്പോൾ പലരും, അപ്പോൾ ബാങ്കുകളുടെ ഒരു കമൻറ്റ് കേട്ടത് അവർ നമ്മളോട് പറഞ്ഞത്, ചിലരൊക്കെ കാഷ്യൂവിൻ്റെ പേരിൽ വായ്പ എടുക്കും, മറ്റ് പല മേഖലകളും ചിലവഴിക്കും, സിനിമ പിടിക്കാൻ പോയവരടക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്തതിന് ഞങ്ങൾ റീഫൈനാൻസ് ചെയ്യില്ല. അത് ഞങ്ങളുടെ പാക്കേജ് അത് എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ പല തരത്തിലാണ് ഈ പ്രശ്നം. എന്തായാലും ഒരു പാക്കേജ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിന് മാത്രമായി ചെയ്യാൻ കഴിയുന്നതല്ല, സെൻട്രൽ ഗവൺമെൻറ്റുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഒരു പാക്കേജ് കൊണ്ടുവന്നുകൊണ്ട് ഈ വ്യവസായം കുറേ ബുദ്ധിമുട്ടിലായ വ്യവസായികളെ പുനരുദ്ധരിക്കുന്നതിന് ഒരു പാക്കേജ് വരണം എന്നുള്ള തത്വത്തോട് യോജിക്കുകയാണ്. പ്രായോഗിക തലത്തിൽ എങ്ങനെയെന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് കൂടി സഹായം തേടിയേ കഴിയും. മിനിസ്റ്റർ, കള്ളം ചെയ്യുന്ന ഈ ബാങ്കും ഇവരും കൂടെ ആയിട്ട് അല്ലാതെ ആർക്കും പൈസ എടുത്തിട്ട് വെളിയെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ലോക്ക് ആൻഡ് കീയിൽ വെക്കേണ്ട കാര്യമാണ്. ബാങ്കുകാർ തന്നെ വന്ന് നോക്കേണ്ട കാര്യമാണ്. അവരത് നോക്കാതെ ഇരിക്കുമ്പോഴും ഇവരുടെ കൂടെ ചേർന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ ഇത് ഈ മിനിസ്റ്റേഴ്സ് പോലെയോ പൊളിറ്റീഷ്യൻസ് പോലെ തന്നെയാണ് ബിസിനസ് ആളുകൾ. അതിൽ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ട്. നല്ല ആളുകളെ സപ്പോർട്ട് ചെയ്ത് വലുതാക്കിയ ഈ ഇൻഡസ്ട്രി നന്നായിട്ട് വരുത്തതേ ഉള്ളൂ. ഈ കശുവണ്ടി ഇതര പരമ്പരാഗത മേഖലകളുടെ കാര്യം കൂടി നമുക്കൊന്ന് പരാമർശിക്കാം. യെസ്, അതിൽ കയറ് ഇതുപോലെ 4 ലക്ഷത്തോളം തൊഴിലാളി ആശ്രയിച്ച് പണിയെടുത്തിരുന്നവരാണ്. ഇന്ന് 1 ലക്ഷത്തോളം ആയി ചുരുങ്ങി. വളരെ വലിയ സ്കോപ്പുണ്ട് കയർ വ്യവസായത്തിന്. ഇപ്പോൾ നമ്മൾ കയർ വ്യവസായത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസിന് വമ്പൻ സാധ്യതയാണ് നമുക്ക്. ഇപ്പോൾ കയറിന് മാർക്കറ്റില്ല. ഇപ്പോൾ കയർഫെഡ് കയർ പിരിച്ച് അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കയർഫെഡിന് മാർക്കറ്റ് നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കും. ഇപ്പോൾ തീരദേശ സംരക്ഷണത്തിന് തന്നെ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസ് ബാഗ് ആകാം. കടൽ തീരെ സംരക്ഷിക്കാൻ മണ്ണ് ജിയോ ടെക്സ്റ്റൈൽസ് ബാഗിൽ നിറച്ച് ഈ പാറയിടുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവ് ആണെന്നാണ് ഇന്നലെ സയൻറ്റിസ്റ്റുകൾ. എല്ലാ സയൻറ്റിസ്റ്റുകളെയും കുറ്റപ്പെടുത്തണ്ട, സയൻറ്റിസ്റ്റുകൾ തന്നെ ഇന്നലെ നിർദ്ദേശിച്ച ഒരു പ്രപ്പോസൽ അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസിന് നമ്മുടെ തണ്ണീർത്തടങ്ങൾ കൊണ്ട് നിറഞ്ഞ കേരളം മണ്ണിൽ റോഡുകളും തീരദേശ സംരക്ഷിക്കാനും കടൽ തീരം സംരക്ഷിക്കാനും വമ്പൻ മാർക്കറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കയർ വ്യവസായത്തിനൊരു ഭാവിയുണ്ട്. കയർ തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ
അപ്പോൾ ഗവൺമെൻറ് അതിനെ സീരിയസ് ആയി കാണുകയാണ്. കയർ മേഖലയെ പുനഃസംഘടിപ്പിക്കാനും കയർ സൊസൈറ്റികളെല്ലാം ഇന്ന് ഏറെ ഡിഫെക്റ്റാണ്. കാശിയോ പറഞ്ഞ പോലെ അവർക്കെല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ കൊടുത്ത് തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പാക്കാൻ അതിനെ പ്രവർത്തനക്ഷമമാക്കി കയറിൻ്റെ മാർക്കറ്റാണ് ഇന്ന് നേരിടുന്ന പ്രശ്നമെങ്കിൽ മാർക്കറ്റിന് പുതിയ മാർഗ്ഗങ്ങളുണ്ട്, അത്തരത്തിലേക്ക് പോകുന്നുണ്ട്. കൈത്തറി അതുപോലെ 1 ലക്ഷത്തിലേറെ തൊഴിലാളി പണിയെടുത്തിരുന്നൊരു വ്യവസായമാണ്. ഇന്ന് 10-30,000 താഴെയായി കൈത്തറി തൊഴിലാളികൾ മാറി. കൈത്തറി ഇപ്പോൾ ഗവൺമെൻറ് പോളിസി തന്നെ സ്കൂൾ യൂണിഫോം ഒറ്റ സെക്ടർ എടുത്താൽ മതി, 10-250 ദിവസം കൈത്തറി തൊഴിലാളിക്ക് തൊഴിൽ കിട്ടും. അത് നമ്മുടെ ജയരാജൻ മിനിസ്റ്റർ പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾ ക്യാബിനറ്റ് അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ സ്കൂൾ യൂണിഫോം മൊത്തത്തിൽ കൊടുക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഫ്രീ ആയി യൂണിഫോം കൊടുക്കുക. കൈത്തറി സൊസൈറ്റികളോട് ആവശ്യമായ തുണി ഉൽപ്പാദിപ്പിച്ച് തരിക. അവർക്ക് എന്താണ് വേണ്ട സ്പെസിഫിക്കേഷൻ സ്കൂൾ തന്നാൽ ആ തരം തുണിത്തരങ്ങൾ സൊസൈറ്റി നെയ്തു കൊടുത്താൽ ഈ കൈത്തറി തൊഴിലാളികൾക്കെല്ലാം തൊഴിലുമാകും, നമ്മുടെ രാജ്യത്ത് തുണിയാകും. ഖാദിയുടെ പ്രശ്നം എടുത്താൽ ഖാദിയുടെ ഒരു ആകെ ഉള്ളതിൻ്റെ 10-11% നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഖാദിക്ക് നല്ല മാർക്കറ്റാണ്, ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വിലയുമാണ്. അപ്പോൾ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്കും കൂലിയും മെച്ചപ്പെട്ട് കൊടുക്കാം, തൊഴിൽ ദിനവും വർദ്ധിപ്പിക്കാം. ഖാദി ഇന്നത്തെ കാലത്ത് വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വേഷമാണ്, ചൂടും മറ്റുമൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് ഖാദിക്കും മാർക്കറ്റുണ്ട്. ആ വ്യവസായത്തെയും പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈറ്റാപരമ്പ് എന്ന് പറയുന്നതാണ്, നമ്മുടെ രാജ്യത്ത് ആവശ്യമായ ഈറയുണ്ട്, സമയത്ത് അത് വെട്ടാനും അതിനാവശ്യമായ ഹെൽപ്പും ഒക്കെ ആ പാവപ്പെട്ട തൊഴിലാളിക്ക് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നവും കിട്ടും. ഈറ നശിച്ചു പോകുന്ന സാധനമാണ്, ടൈംലി അതെടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പം പിന്നീട് അത് എല്ലാ വർഷവും പൊട്ടി കിളിച്ചു വരുന്നതുമാണ്. അപ്പോൾ ഒരു നാശവും ഇല്ലാതെ പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലേക്ക് 100 കണക്കിന് പാവപ്പെട്ട ഈറ്റ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയുന്നത്, സമയത്ത് അത് വെട്ടാനും തൊഴിലാളികൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ. ഞാൻ മിനിമം വേജ് കമ്മിറ്റിയിൽ അംഗമായിരുന്നുകൊണ്ട് എനിക്കറിയാം, ഈറ്റ തൊഴിലാളിക്കൊക്കെ കിട്ടുന്നത് ഒരു ദിവസം 60 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാനാവാത്ത പട്ടിണി കൂലിയാണ് അവർക്കൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു മിനിമം കൂലി ഉറപ്പാക്കണം, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ പിന്നെ കയറ് ഖാദിക്കൊക്കെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് കൂലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കീം കൊണ്ടുവന്നിരുന്നു, അത് ഈറ്റ തൊഴിലാളിക്കും ബാധകമാക്കണം. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹെൽപ്പ് വേണ്ട ഈ ട്രഡീഷണൽ സെക്ടറുകളെ നിലനിർത്താനും പ്രകൃതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളിലേക്ക് പോകാനും രാജ്യത്ത് ഈ വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയുന്ന പൊതുനയം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനുണ്ട്. അതിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പാക്കുക, നാടിനിണങ്ങുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ പ്രകൃതിയെയും ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് രാജ്യത്ത് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കി. ഈറ്റത്തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഈറ്റത്തൊഴിലാളികളുടെ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെറുതായിട്ട് ഇടപെടുന്നതാണ്. അവർ കളക്റ്റീവായിട്ട് പോയി ഈ ഈറ്റ നെയ്തെടുക്കുന്ന ഒരു സംരംഭം തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് വ്യാപിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പറയുന്ന ചീളെടുക്കുന്നതിനെ മെക്കനൈസ്ഡ് ആക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതൊന്ന് വ്യാപിപ്പിക്കുന്ന ഒരു നയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഈറ്റത്തൊഴിലാളികൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും എന്നോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ കാടുകളിൽ പോയി ഈറ്റ വെട്ടുക എന്ന് പറയുന്ന അവർ ഓരോരുത്തർ പോയി വെട്ടിക്കൊണ്ട് വന്ന് പിന്നെ പണിയെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസം പോകും, വേണ്ടത്ര കൂലിയില്ല. അതുകൊണ്ടാണ് കളക്റ്റീവായിട്ട് ചില സംവിധാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈറ്റ കളക്ട് ചെയ്ത് അവരുടെ ഈ വർക്ക്ഷോപ്പുകളിൽ സെൻറ്റേഴ്സിൽ ഇത് കൊടുക്കുക, തൊഴിലാളി അവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ഏജൻസി ഉണ്ട്. പക്ഷേ ഇതൊക്കെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചോ തൊഴിലാളിയുടെ മിനിമം വേതനം ഉറപ്പാക്കുന്ന തരത്തിലേക്കോ പോകുന്നില്ല എന്ന പ്രശ്നവും നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ യൂണിയനുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് തൊഴിലാളികളെ കേട്ടുകൊണ്ടും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ അവരുടെ ആവലാതികൾ കേൾക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഗവൺമെൻറ്റും മാറും, ഏജൻസികളും മാറും. അത്തരത്തിൽ ഉൽപ്പന്നത്തിനൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തേക്കാൾ നമ്മൾ ഈ പറയുന്ന ജിയോ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് വരിക. അതിൻ്റെ വില എന്ന് വരുന്നത് ഇവിടെ എല്ലാം വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നവരാണ് ഇതിൻ്റെ ലാഭം അടിക്കുന്നത്. പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കർഷകന് ന്യായമായവൻ്റെ ഉൽപ്പന്നത്തിന് വിലയില്ലെന്ന് പറഞ്ഞ പോലെ ഇടനിലക്കാരാണ് എപ്പോഴും കച്ചവടക്കാരാണല്ലോ വലിയ ലാഭം അടിക്കുന്നത്. പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഇല്ല, ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ന്യായമായില്ല, മീൻ പിടിച്ചുകൊണ്ട് വരുന്ന തൊഴിലാളിക്ക് ന്യായമായ വേതനമില്ല, അവർക്ക് അതിൻ്റെ വില കിട്ടുന്നില്ല. ഇങ്ങനെയെല്ലാം ബേസായി പണിയെടുക്കുന്നവരെ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യം വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ കൂലി അല്ലെ വേതനം അല്ലെങ്കിൽ വില ഉറപ്പാക്കുക എന്നത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അത് നടപ്പിലാക്കാൻ ഒരു കൂട്ടായ ശ്രമത്തിലാണ് ഞങ്ങൾ ഈ മന്ത്രിസഭ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലെ തന്നെ കൈതോല മുതൽ കളിമണ്ണ് വരെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ. ഒരുപാട് പരമ്പരാഗത വ്യവസായങ്ങൾ വളരെയധികം കെയർ വേണ്ട ഒരു അവസരമാണിത് അവർക്ക്. അത് തീർച്ചയായും കൊടുത്തുകൊണ്ട് ഈ വ്യവസായത്തെ എല്ലാം നമ്മുടെ മണ്ണിൽ സംരക്ഷിക്കേണ്ടത്
നമ്മുടെ പ്രകൃതിക്കിണങ്ങിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതിനും നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ആ ആംഗിളിൽ അതിനെ കാണാം. നമ്മുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു, പോട്ട് ഈ ആധുനിക രീതിയിൽ മൺപാത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ചൂടാക്കാനടക്കമുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ശോഷണത്തിന് വലിയ പങ്ക് വഹിക്കുന്നതാണ് അമിതമായ മത്സ്യബന്ധനം. അത് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഒരു നിയന്ത്രണവുമില്ലാതെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് 480 വരെ കുതിരശക്തിയുള്ള എഞ്ചിനുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇറക്കുമതിയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, 2 ബോട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രോളിംഗ് നടത്തുകയാണ്. അതിൻ്റെ കടലിൻ്റെ അടിത്തട്ട് മുതൽ മുകൾ പരപ്പ് വരെയുള്ള മത്സ്യത്തെ കോരിയെടുക്കുന്ന ആ പ്രവണത നിരുത്സാഹപ്പെടുത്താൻ എന്തെങ്കിലും കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം. ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായവില കിട്ടുന്നില്ല എന്നത് അങ്ങ് തന്നെ പറയുകയുണ്ടായി. ഈ മത്സ്യഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുവന്നത് ഇടത്തട്ടുകാരെ ഒഴിവാക്കാനാണ്. പക്ഷേ ഇന്നേ വരെ മത്സ്യഫെഡിന് ഇടത്തട്ടുകാരെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ച സ്ക്വയർ ടൈപ്പ് മെഷ് വല അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ മത്സ്യഫെഡ് തന്നെ നശീകരണ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? അവസാനത്തെ ചോദ്യം, നമ്മുടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അനധികൃതമായി ഒട്ടേറെ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ചില അർദ്ധ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, മീൻപിടുത്തക്കാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും മറ്റുള്ളവർ കവർന്നെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് അംഗത്വം ലഭിക്കുന്നുമില്ല. ഈ മത്സ്യമേഖലയുടെ സമഗ്രമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങയുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പെട്രോളിങ് ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ കോഴിക്കോട് നിന്ന്, ഇവിടെ കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഇപ്പം തന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് പെട്രോളിങ്. 2 ബോട്ടുകൾ കൂട്ടിക്കെട്ടി ഒരുമിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. വലിയ കുതിരശക്തി വെച്ചുകൊണ്ട് കർശനമായിട്ട് അതിനെ തടയേണ്ടതുണ്ട്. അത് നിയമവിരുദ്ധമായ ഏർപ്പാടാണ്. അത് തടയുമ്പോൾ ഇപ്പോൾ ചില ബോട്ടുകൾ പിടിച്ചെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ ഇങ്ങനെ വരും, ഞങ്ങൾ പാവപ്പെട്ട തൊഴിലാളി ഉപദ്രവിച്ചെന്നായിരിക്കും പരാതി വരുന്നത്. എന്തായാലും പെട്രോളിങ് അനുവദിക്കാൻ പാടില്ല എന്നത് ഒരു നയമായി തന്നെ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രയോഗം വരുമ്പോൾ കുറേ തർക്കമൊക്കെ വന്നേക്കാം, അത് നേരിടാൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില വിയോജിപ്പൂടെ വന്നാലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് അത് അക്കാര്യത്തിലേക്ക് പോകും. മത്സ്യഫെഡ് രൂപീകരിക്കപ്പെട്ടത് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ്. മത്സ്യഫെഡ് സഹകരണ സംഘങ്ങൾ നേരിട്ട് ലേലത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നും മത്സ്യഫെഡിൻ്റെ കോഓപ്പറേറ്റീവ്സ് നേരിട്ട് ലേലം ചെയ്യാതെ മറ്റ് സംവിധാനങ്ങൾ ലേലം ചെയ്യുന്ന സ്ഥിതി ഉണ്ട്. അതിനകത്ത് ഇടപെടാൻ തന്നെ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. പ്രൈമറി സൊസൈറ്റികൾക്കായിരിക്കണം ചുമതല. പ്രൈമറി സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിയായിരിക്കണം. ഈ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. മണ്ണെണ്ണ കൊടുക്കാൻ ഗവൺമെൻറ് പ്രോജക്റ്റ്, മണ്ണെണ്ണ, നീല മണ്ണെണ്ണ, സർക്കാരിൻ്റെ മണ്ണെണ്ണ, നമ്മൾ IOC ഡയറക്റ്റ് കൊടുക്കുന്ന വെള്ള മണ്ണെണ്ണ. അപ്പോൾ തൊഴിലാളികൾക്ക് 25 രൂപ സബ്സിഡി വെച്ച് പെർ ലിറ്ററിന് ഗവൺമെൻറ് കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഞാൻ അത് ബ്ലാക്കിൽ പോയത് പിടിക്കാൻ എനിക്കിടയായി. ആരാണിത് കൊണ്ടുപോയി ബ്ലാക്കിൽ കൊടുക്കുക? തൊഴിലാളി തന്നെയാണ്. ഗവൺമെൻറ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ബാങ്കിലാണ് സബ്സിഡി അടയ്ക്കുന്നത്. തൊഴിലാളിയുടെ പേരിൽ ബാങ്കിൽ സബ്സിഡി അടയ്ക്കുകയാണ്. അവരുടെ പെർമിറ്റ് മൂന്നാമതൊരാൾ കളക്ട് ചെയ്തുകൊണ്ട് സബ്സിഡി ബാങ്കിൽ പോകുമ്പോൾ ആ സബ്സിഡി ഇവർ വാങ്ങാൻ ATM കാർഡ് അടക്കം ഇവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഏതൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നാലും അതിനെ പൊളിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ തൊഴിലാളി തന്നെയാണ്. തൊഴിലാളിക്ക് കൊടുക്കുന്ന ന്യായമായ വിലക്കുള്ള എണ്ണ എന്തിനവർ ബ്ലാക്കിൽ കൊടുത്ത് നക്കാപ്പിച്ച പൈസ വാങ്ങി ഇവർ കൊള്ള ലാഭം എടുക്കാനിടയാകുന്നു. അപ്പോൾ മത്സ്യഫെഡിൻ്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം പെടുത്തിയപ്പോഴോ അവിടെ ഇരിക്കുന്ന കോൺട്രാക്ട് വർക്കറാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമേ പറയുന്നുള്ളൂ. 150 ലിറ്ററിൻ്റെ പെർമിറ്റ് ആ പറയുന്ന ലോറിയിൽ കണ്ടു, പിടിച്ചെടുത്ത ലോറിയിൽ കൊണ്ടുപോയ എണ്ണ 7000 ലിറ്ററാണ്. അത് മത്സ്യഫെഡിൻ്റെ അധികൃതർ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ കൂട്ടായി കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ വെച്ചത്, ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രപ്പോസൽ എല്ലാ സൊസൈറ്റികളോടും വെച്ചു. സൊസൈറ്റി അർഹമായ തൊഴിലാളികളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കും. കുറേ സൊസൈറ്റി ഉണ്ട്, 800ഓളം സൊസൈറ്റി ഉണ്ട് മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തതും അല്ലാത്തതും ഒക്കെ ആയിട്ട്. സിപ്സൊക്കെ വേറെ സൊസൈറ്റി കിടക്കുന്നു. ഏത് സൊസൈറ്റി ആയാലും വേണ്ടിയില്ല, അവർ തൊഴിലാളികളെ കണ്ടെത്തും. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ലിസ്റ്റ് ഇടും. ആക്ഷേപമുള്ളത് കേട്ടിട്ട് കറക്റ്റായ തൊഴിലാളിയുടെ ലിസ്റ്റ് അതാ. ഇത് പറഞ്ഞിട്ട് മാസം 2 ഇപ്പോൾ ഓരോറ്റ സൊസൈറ്റിയും അതിലേക്ക് വന്നിട്ടില്ല. ഞാൻ ജില്ലാ മാനേജർമാരോട് പറഞ്ഞ് താഴെയുള്ള യോഗങ്ങൾ ചേർന്ന് മത്സ്യഫെഡിനെ ചുമതലപ്പെടുത്തി താഴെ വരെ പോയിട്ട് ലിസ്റ്റ് ഇതുവരെ കിട്ടിയില്ല.
എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരു വശത്ത് നിൽക്കും, താഴേത്തേക്ക് പോകുന്നതിന് സ്ലോ മോഷനാണ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ. കാരണം എന്താ, വ്യാജ സംഘങ്ങളും വ്യാജ പെർമിറ്റുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ തീരദേശം. അതിനെല്ലാം കൂട്ടുനിൽക്കാൻ നമ്മുടെ മത്സ്യരംഗത്ത് സഹകരണ സംഘങ്ങളുമുണ്ട്, തൊഴിലാളി പ്രവർത്തകരുമുണ്ട്, തൊഴിലാളിയുമുണ്ട്. അപ്പോൾ ഇതൊരു ദൂഷിത വലയമാണ്. ഈ വലയത്തെ പൊട്ടിച്ചെറിയണമെങ്കിൽ വലിയ റിസ്ക്കാണ് പീറ്ററെ, വളരെ വലിയ റിസ്ക്കാണ്. അതിനാരെങ്കിലും ഒന്നോ രണ്ടോ ആൾ വിചാരിച്ചാൽ പറ്റില്ല. പ്രൈമറി സംഘങ്ങൾ തന്നെ ആദ്യം തീരുമാനിക്കുക. ലേലം ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുക. അതിന് എല്ലാ പിന്തുണയും ഗവൺമെൻറ് തരാം. ലേലം മത്സ്യ സഹകരണ സംഘങ്ങൾ ചെയ്യുന്നുണ്ടോ? പലയിടത്തും പലതരം ഏജൻസികളല്ലേ ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളി നേരിട്ട് ലേലം ചെയ്യും, നേരിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ. ഞാനിപ്പം ഒരു സ്കീപ്പ്, നമ്മൾ പാളയം ഒരു മോഡൽ മാർക്കറ്റ് ആക്കാൻ പോവുകയാണ്. പാളയത്ത് മറ്റിടത്തും ഒക്കെ വരുന്ന മത്സ്യം മംഗലാപുരത്തുനിന്ന് വരുന്ന പാങ്ങോട് ഒരു കേന്ദ്രമാണ്. 2 മണി തൊട്ടേ തൊഴിലാളി പോയി നിൽക്കും. പാങ്ങോടുന്ന കൊണ്ടുവരുന്നത്. അതിനകത്ത് എന്തെല്ലാം അമോണിയ കലർത്തുന്നു എന്നുള്ളതൊക്കെ ഇനി വേറെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഫിഷ് നമ്മുടെ തീരത്ത് നിന്ന് ഡയറക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനും, തൊഴിലാളി രാവിലെ അവിടെ മാർക്കറ്റിലെത്തിയാൽ അവർക്ക് അവിടെ നിന്ന് നേരിട്ടത് വാങ്ങി വിൽക്കാനും. ഇപ്പോൾ തൊഴിലാളി അഴുക്കായ ഡ്രസ്സിൽ അവരിങ്ങനെ പാതിരാത്രിക്ക് പോയി അവിടെ നിന്ന് പിന്നെ രാത്രി വരെ മാർക്കറ്റിൽ കിടന്ന് പോകാതെ നല്ല ഡ്രസ്സിട്ട് മാർക്കറ്റിൽ വന്ന് അവർക്ക് ഡ്രസ്സൊക്കെ അവിടെ വെച്ച് മാർക്കറ്റ് കച്ചവടത്തിന് അതിനുള്ളൊരു റൂമും, ക്ലീനിങ്ങിനുള്ള റൂമും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു റൂമും, വെള്ളമൊക്കെ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് മോഡലായ ഒരു മാർക്കറ്റ് ജില്ലകളിൽ ഓരോ മാർക്കറ്റിലെങ്കിലും അങ്ങനെ കൊണ്ടുവരട്ടെ എന്ന് ആലോചിക്കുകയാണ്. സ്വപ്നങ്ങളൊക്കെ വലുതാണ്. ഇതൊക്കെ നടപ്പിലാക്കി വരുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ പീറ്റർ പറയും, ഇന്നാളിങ്ങനെ പറഞ്ഞല്ലോ, വീണ്ടും കണ്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതിന് സമയം പിടിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണം വേണം. മിനിസ്റ്റർ ഓൺ എ മിഷൻ്റെ മറ്റൊരു സഫലമായ ലക്കം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. 2 മാസം മാത്രം പ്രായമായ ഒരു മന്ത്രിയായല്ല, 4 പതിറ്റാണ്ടോളം നീണ്ട ജനകീയ പ്രവർത്തനത്തിൻ്റെ ഈടുവയ്പോടുകൂടിയാണ് മന്ത്രിയുടെ കസേരയിൽ ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇരിക്കുന്നത് എന്ന് തെളിയിച്ചു. ഒപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ വകുപ്പിൽ ചെയ്യാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, വിദഗ്ധർ തിരിച്ചറിയുന്നുണ്ട് എന്നതിൻ്റെ തെളിവും ഇവിടെ വന്ന അതിഥികൾ കാഴ്ചവെച്ചു. അതിഥികൾക്ക് നന്ദി, മന്ത്രിക്ക് നന്ദി, നമസ്കാരം.